എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആകെ എക്സോസ്റ്റഡായി പോകും. അപ്പം നമ്മൾ എപ്പോഴും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഓരോ ഹാബിറ്റും നാച്ചുറലായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ചെറിയ ആക്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് ഇപ്പം നമ്മൾ ബെഡ് മേക്ക് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സ്ട്രെച്ച് ചെയ്യുന്നതാവാം. അപ്പം അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അതൊരു ഓട്ടോമാറ്റിക് ആക്ഷനായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വൺ ആഡ് ചെയ്യാം. ഗ്രാജ്വലായിട്ട് വരുന്ന ചേഞ്ച് വരുമ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും ചെയ്യും. നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ എനർജി സ്റ്റഡി ആയിട്ട് തന്നെ പോവുകയും ചെയ്യും. പെട്ടെന്ന് നമ്മൾ ഒരു രാത്രി കൊണ്ട് ഒരുപാട് അങ്ങ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അങ്ങ് ക്രാഷായി പോവും. അപ്പോൾ എപ്പോഴും നമ്മൾ കൺസിസ്റ്റൻസിയിൽ ഫോക്കസ് ചെയ്യുക, ഇൻറ്റൻസിറ്റിയിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ദിവസം ഒത്തിരി അങ്ങ് ചെയ്ത് ബേൺ ഔട്ട് ആവുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ എല്ലാ ദിവസവും കുറേശ്ശെ ചെയ്യുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നത്.